കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് CPM ആവട്ടെ CPI ആകട്ടെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. അത് കാറൽ മാർക്സിൻ്റെ കാലം മുതലുണ്ട്. വിശ്വാസികളെ എങ്ങനെ കൈകാര്യം ചെയ്യും, വിശ്വാസത്തെ എങ്ങനെ തടസ്സപ്പെടുത്തും, അല്ലെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം. വൈരുദ്ധ്യാത്മക ഭൗതികവാദവും ശാസ്ത്രീയവാദവും ഒക്കെ പറയും. പക്ഷെ എന്തെല്ലാം പറഞ്ഞാലും മനുഷ്യന് അനിശ്ചിതത്വം മനുഷ്യജീവിതത്തിലുള്ളിടത്തോളം കാലം, മരണം മനുഷ്യൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം വളരെ പ്രയാസമാണത്. എത്ര യുക്തിവാദം പറയുന്നവരും എന്തെല്ലാം ചെയ്യുന്നവരും ഒരു ആപത്ത് വരുമ്പോൾ, കഷ്ടപ്പാട് വരുമ്പോൾ അറിയാതെ ഒരു ആശ്രയത്തിലേക്ക് പോകും. ദൈവമേന്നൊന്നും ചിലപ്പോൾ വിളിക്കത്തില്ലായിരിക്കും, പക്ഷേ ഒരു ആശ്രയത്തിലേക്ക് പോകും. അതൊരു അനിശ്ചിതത്വമുണ്ട്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായി കാണുന്ന ഒരു ഫാഷൻ, ആദ്യം ന്യൂനപക്ഷങ്ങളെ പിടിച്ചു. അതായത് പിന്നെ എന്താണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് ന്യൂനപക്ഷങ്ങളെ പിടിച്ചത്. CAA വന്നല്ലോ, നമ്മുടെ പൗരത്വ ബില്ല് വന്നു, പിന്നെ അങ്ങനത്തെ നോട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. അതൊക്കെ സാധാരണക്കാരനെയും മുസ്ലിങ്ങളെയും ബാധിക്കുമെന്ന് പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കി. പക്ഷേ വോട്ട് പെട്ടി പൊട്ടിച്ചപ്പോൾ 19 സീറ്റും ആര് കൊണ്ടുപോയി? UDF കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ന്യൂനപക്ഷ പ്രകടനത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറി. അടുത്ത ഭൂരിപക്ഷ പ്രകടനമായി. ഭൂരിപക്ഷ പ്രകടനത്തിന് ശരിക്കും ദേവസ്വം ബോർഡിൻ്റെ നിയമത്തിൽ അയ്യപ്പ സംഗമം ഉണ്ടോ? ഇല്ല. രണ്ടാമത് ഹൈക്കോടതി പറഞ്ഞ് കുംഭമേള നടത്തിയില്ലേ UP സർക്കാർ, എന്തുകൊണ്ട് കുംഭമേള എന്ന് പറയുന്നത് 3 വർഷത്തിലൊരിക്കൽ, 6 വർഷത്തിലൊരിക്കൽ, 12 വർഷത്തിലൊരിക്കൽ, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയാണ്. അത് ഇനി അവിടെ ഗവൺമെൻറ് നടത്തിയില്ലെന്ന് വിചാരിക്കുക, ജനങ്ങൾ നടത്തും. കാരണം അതൊരു ആചാരമാണ്, ഒരു വിശ്വാസമാണ്. അയ്യപ്പ സംഗമം ഏത് ആചാരമാണ്, ഏത് വിശ്വാസമാണ്? ഒന്നുമല്ല. ഇത് 2 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ശബരിമലയിൽ സ്വർണ്ണം പഠിച്ചുകൊണ്ട് പോയല്ലോ, കുറേ സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോയി ഉരുക്കിയല്ലോ, ആരോടും ചോദിക്കാതെ. അതൊരു വിഷയം. രണ്ടാമത് ഇതിനകത്തൊരു പണത്തട്ടിപ്പുണ്ട്. കാര്യം ഇങ്ങനെ പ്രോഗ്രാം നടത്തിയ സ്പോൺസറിങ് കിട്ടും, പിന്നെ ഒരു ഹൈപ്പ് കിട്ടും, ഒരു PR കിട്ടും, ഇതെല്ലാം കിട്ടും. ഇതെല്ലാം കണ്ടിട്ടാണ് ഇതിനകത്ത് എടുത്തുകാടിയിരിക്കുന്നത്. ഗവൺമെൻറ് ഇത് ചെയ്യുന്നതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു ആശങ്കപ്പെടാതിരിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ UDF നടത്തിയാൽ പോലും ഇത്രയും ആശങ്ക വരില്ല. കാര്യം ഇത് വേറൊരു സംവിധാനത്തിലുള്ളതാണ്. അപ്പോൾ എല്ലാം കൂടി PSCയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഒരു 10,000-2000 ജാതി ഉപജാതികളുണ്ട്. ഇവരെല്ലാം കൂടെ സംഗമം നടത്തി എങ്ങനെ ഇരിക്കും കേരളത്തിൽ? അപ്പോൾ എല്ലാവരും ജാതി സംഗമം, ന്യൂനപക്ഷ സംഗമം നടത്തില്ല എന്ന് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് ഒന്ന് കാണിച്ചു കൊടുത്താൽ, വഴി കാണിച്ചു കൊടുത്താൽ സ്വാഭാവികമായിട്ട് ജനങ്ങൾ സംഘടിച്ച് പറയും ഞങ്ങൾക്കും കിട്ടണം. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു 1800കളിൽ നമ്മൾ കളഞ്ഞതാണ് ഈ സംവിധാനങ്ങളൊക്കെ. ഉള്ളിൽ മനുഷ്യന് ജാതിയുണ്ട്, ജാതി സംഘടനയുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കുകയോ ഗവൺമെൻറ് ഇതിനകത്ത് കയറി വരികയോ അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയോ ചെയ്യുന്നതൊന്നും ശരിയല്ല. ആളുകൾ വിശ്വസിച്ചോട്ടെ. ഇവിടെയാണ് ഒരു ചെറിയ പ്രതിസന്ധി ഞാൻ കാണുന്നത്. ഇത് കേരളം 200 വർഷം പിറകിലേക്ക് പോവുകയാണ്.